രാവിലെ ചിപ്ലൂൺ നഗരം ഉണർന്നത് ആകാശം കൈനീട്ടി മഴത്തുള്ളികളെ വഴിയിരിക്കുകയാണ്. റൈഡ് തുടങ്ങുന്ന നിമിഷത്തിൽ തന്നെ പാത നമ്മെ സ്വാഗതം ചെയ്തതും ഈ മഴത്തുള്ളികളുടെ മൃദുല താളത്തിലൂടെയാണ്. ഇന്ന് FGCയുടെ സീസൺ 2 റൈഡിന്റെ 2ാം ദിനമാണ്. ചിപ്ലൂണിൽ നിന്നും പട്ടൻസായി വരെ രാവിലെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നല്ല മഴയുണ്ടായിരുന്നു. വശിഷ്ഠി നദിയുടെ തീരത്തൂടെയാണ് ഞങ്ങൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തത്. ഈ നദിയുടെ തീരത്തുള്ള ഒരു പട്ടണമാണ് ചിപ്ലൂൺ. റൈഡ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷമുള്ള ആദ്യത്തെ 20 കിലോമീറ്റർ നല്ല കയറ്റമായിരുന്നു. ഏകദേശം 2 മണിക്കൂർ എടുത്തു ആ ക്ലൈംബ് ഒന്ന് ഫിനിഷ് ആക്കാൻ. നല്ല മഴയുള്ളതിനാൽ ആ ക്ലൈംബിന്റെ ക്ഷീണം ഞങ്ങൾ അറിഞ്ഞതേയില്ല. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് ആ കയറ്റം കയറിയതിനു ശേഷമുള്ള ഇറക്കം സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്തു നിന്നാണ്. ഇത് നല്ല ഇറക്കമായതിനാൽ സൈക്കിൾ നമുക്ക് പറപ്പിച്ചു വിടാൻ പറ്റും. സൈക്കിളിന്റെ ടയറിന്റെ ഓരോ ചലനവും ഇവിടെ റോഡിന്റെ സ്വരങ്ങൾ കേൾപ്പിച്ചു തന്നു. കാലപ്പഴക്കം ഒളിപ്പിക്കാത്ത പാത, ഒരു വശം പച്ചപ്പിന്റെ താഴ്വര, മറുവശം മലനിരകളുടെ നിശബ്ദ കാവൽ, പ്രകൃതിയുടെ കൈവരച്ച നിറങ്ങൾ, തണുത്ത കാറ്റ്, മഴ പെയ്തു നനഞ്ഞ മണ്ണിന്റെ ഗന്ധം. നദിക്കരയിലൂടെ നീളുന്ന ഈ പാത ഇന്നത്തെ യാത്രയെ ഒരു നിശബ്ദ അന്വേഷണമായി മാറ്റിയിരിക്കുന്നു. ഇന്ന് നമ്മൾക്ക് എത്തിച്ചേരേണ്ടത് പട്ടൻസായിലാണ്. ഏകദേശം 150ഓളം കിലോമീറ്റർ റൈഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. വഴിക്കിടയിൽ ചെറിയ ചെറിയ പട്ടണങ്ങളും ചെറിയ ചെറിയ ഗ്രാമങ്ങളുമുണ്ട്. ഗ്രാമത്തിലുള്ള ആളുകൾക്കൊന്നും ഈ സൈക്കിൾ റൈഡ് അത്ര പരിചയമല്ലെന്ന് തോന്നുന്നു. അവരൊക്കെ നമ്മളെ കാണുന്നത് ഏതോ അന്യഗ്രഹ ജീവികൾ വരുന്നത് പോലെയാണ്. ഈ റോഡിന്റെ സൈഡുകളിലൊക്കെ വീടുകൾ തീരെ കുറവാണ്. വീടുകൾ കാണാൻ പറ്റും. നമുക്ക് ദൂരെ ചെറിയ ചെറിയ കുന്നിന്റെ മുകളിൽ കൂടെയൊക്കെ കുറേ വീടുകൾ ഒന്നിച്ചു കാണാൻ പറ്റും. ഒരേപോലെ ഇരിക്കുന്ന കുറേ വീടുകൾ. ഈ കൊങ്കൺ പാതയിൽ കിലോമീറ്ററോളം നീളുന്ന തുരങ്കങ്ങളുണ്ട് കേട്ടോ. വളരെ മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന തുരങ്കങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഈ വഴികളിലൂടെ വണ്ടികളൊക്കെ തീരെ കുറവാണ് കേട്ടോ. തിരക്കും തീരെയില്ല. ഇവിടെ കഴിഞ്ഞ റൈഡായ കൊച്ചി ഗോവ രത്നഗിരിയുടെ തുടർച്ചയായിട്ടുള്ള റൈഡാണിത്. NH66 കേട്ടോ ഞങ്ങൾ പൻവേൽ വരെ യാത്ര ചെയ്യുന്നത്. ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തത് കടലിന്റെ സൈഡിലൂടെ തീരദേശ റോഡുകളിലൂടെയുള്ള യാത്രയായിരുന്നു. പക്ഷേ ആ റോഡുകളിൽ നോക്കുമ്പോൾ വഴി അത്ര നല്ലതല്ല. പിന്നെ താമസം കിട്ടാൻ ബുദ്ധിമുട്ട്. കുറേ ഫെറികളൊക്കെ കാണുന്നുണ്ടായിരുന്നു. പിന്നെ ആരോ അത്ര സേഫായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഹൈവേ പിടിച്ചത്. എന്താണെങ്കിലും ഈ ഹൈവേ റോഡുകളെല്ലാം വളരെ നല്ലതാണ്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ വർക്കുകളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും നമുക്ക് നന്നായിട്ട് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾ 80 കിലോമീറ്റർ എത്തിയപ്പോഴത്തേക്ക് ഞങ്ങളുടെ ലഞ്ചിനുള്ള സമയമായി. ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചു. ഇടയ്ക്ക് ഞങ്ങൾ ചായ കുടിക്കുന്നുണ്ടായിരുന്നു. പോരുന്ന വഴിക്ക് അത്യാവശ്യം റെസ്റ്റ് ഒക്കെ എടുത്തിട്ടാണ് പോകുന്നത്. നല്ല കയറ്റം തുടക്കത്തിലേക്ക് കിട്ടിയത് കൊണ്ട് ഇച്ചിരി ലേറ്റായി. എന്നാലും ഞങ്ങൾക്ക് പറ്റുന്നത്ര മാക്സിമം കവർ ചെയ്യാൻ പറ്റി. അത്യാവശ്യം നല്ല ഇറക്കങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ല എൻജോയ് ചെയ്താണ് ഞങ്ങൾ പോരുന്നത്. അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ കണ്ട് എല്ലാവരോടും വർത്താനമൊക്കെ പറഞ്ഞ് ചെറിയ ചെറിയ കടകളിലൊക്കെ കയറി അടിപൊളിയായിട്ടാണ് ഞങ്ങൾ റൈഡ് ചെയ്യുന്നത്. ഈ പോകുന്ന റൈഡുകളൊന്നും ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല കേട്ടോ. നമ്മൾ ബസ്സിനോ അല്ലെങ്കിൽ കാറിനോ പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മറക്കും. ഈ സ്ഥലങ്ങളൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ല. ഈ സ്ഥലങ്ങൾ, ആളുകൾ, ഇവിടെ കുടിച്ച ചായ, ഇവിടുത്തെ ഫുഡ്, ഇതെല്ലാം നമ്മുടെ ഓർമ്മയിൽ എന്നും ഉണ്ടാകും. എല്ലാവരും പറയും ഇത്രയും ദൂരം റിസ്കല്ലേ, പ്രശ്നങ്ങളുണ്ടാവില്ലേ, ഭയങ്കര പാടല്ലേ എന്നൊക്കെ പറയും. പക്ഷേ നല്ല ആളുകളും നല്ല സ്ഥലങ്ങളുമാണ്. ആളുകളൊക്കെ ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നല്ല സ്ഥലങ്ങളാണ് കാണാൻ, നല്ല മനോഹരമായ സ്ഥലങ്ങളാണ്. റോഡ് നമ്മോട് പറയുന്നത് പോലെ ഇത് ദൂരം മാത്രമല്ല, കാണാൻ ചെന്നുപോയ ജീവിത കാഴ്ചകളാണ്. വീണ്ടും തിരിച്ചു കണ്ടെത്തുന്ന യാത്രകളുമാണ്. ഇന്ന് ഞങ്ങളുടെ സ്റ്റേ പട്ടൻസായിലാണ് കേട്ടോ. പട്ടൻസായിൽ ഞങ്ങൾക്കൊരു ഹോട്ടൽ കിട്ടിയിട്ടുണ്ട്. വളരെ ചീപ്പായിട്ട് നല്ല അടിപൊളി റൂം. എല്ലാവർക്കും ആശംസകൾ.